ഇറ്റ്സ് മീ നീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണെന്നുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതേപോലെ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക്. പിന്നെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ ബീഫിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1/2 കിലോ ബീഫിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 ഇടത്തരം സവാളയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളിയും കൂടെ നമുക്ക് സവാളയുടെ കൂടെ മിക്സ് ചെയ്യാം. പക്ഷെ ഞാൻ സവാള മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 3 തക്കാളിയും ഞാൻ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടേക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പം നമുക്കിത് സാധനങ്ങൾ ഒന്ന് തയ്യാറാക്കാം. ഞാൻ ആദ്യം നിങ്ങളിപ്പോൾ ടൈറ്റിൽ കണ്ടിട്ടുള്ളത് പോലെ ഞാനിത് കുക്കറിലാണ് നിങ്ങളെ വെച്ച് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ കുക്കറിലിട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കിതെല്ലാം വഴറ്റിയെടുക്കാം. പക്ഷേ ഞാനിപ്പം ആദ്യം ഫ്രൈ പാനിലിട്ടാണ് കേട്ടോ ഇത് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. കാരണം കുക്കറിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പം ഫ്രൈ പാനിലിട്ട് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ കടുക്, 2-3 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്കൊരു 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കുകയോ ചെയ്താൽ മതി. നമുക്ക് 3 സ്പൂൺ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചെറുതായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ലേശം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ആഡ് ചെയ്യാം. അപ്പം ചെറുതായിട്ടിതൊന്ന് മൂത്ത് വിട്ടിട്ടെ 3 സവാള ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് കുക്കറിൽ തന്നെ ചെയ്യാം കേട്ടോ. ഈ സവാളയൊക്കെ ഇട്ട് വഴറ്റി കഴിയുമ്പം കുക്കറൊക്കെ ചിലപ്പോൾ അങ്ങനെ ആവശ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൽ ഇടാത്തത്. കാരണം അടിക്ക് പിടിക്കും നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ. ഫ്രൈ പാനകത്താകുമ്പം അടിക്കൊന്നും പിടിക്കാണ്ട് നമുക്കിതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ തട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. ഈ സവാള ഒന്ന് വാടാൻ വേണ്ടി ലേശം ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള 7 പച്ചമുളക് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ സവാളയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് നമുക്കൊന്ന് വാടി വരണം. ഇത് നമ്മൾ സവാള അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 3 തക്കാളി കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ഞാൻ പോയി ബീഫ് എല്ലാം കഴുകി വാരി കട്ട് ചെയ്ത് എടുത്ത് വന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് വേവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത്യാവശ്യം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വരണ്ട. ഇനി ഒരു സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ചുമന്ന് കിട്ടണം. ഇനി ഞാനിതിലേക്ക് 2 പൊട്ടറ്റോ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊട്ടറ്റോ ആഡ് ചെയ്തതിന് 2 കാര്യങ്ങളാണ്. പൊട്ടറ്റോ നമ്മൾ ഈ കറിക്ക് ചേർക്കുകയാണെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ബീഫ് കറി പെട്ടെന്ന് കുറുകി കിട്ടാനും ഈ പൊട്ടറ്റോ ഇടുന്നത് കൊണ്ട് തന്നെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറുകിയൊരു കറിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല ടേസ്റ്റുമാണ് പൊട്ടറ്റോ ഇടുന്ന സമയത്ത്. കാരണം നമ്മൾ കുക്കറിലിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ പൊട്ടറ്റോ അത്യാവശ്യം വേവുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന സമയം നന്നായിട്ട് ഉടഞ്ഞ് നമുക്ക് കഴിക്കുമ്പോഴും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുള്ളത്. പൊട്ടറ്റോ ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇനിയിപ്പം അത്യാവശ്യം എരിയുള്ള 3 സ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ബീഫ് കറിയൊക്കെ അത്യാവശ്യം എരി വേണം. ഇനി അതേ അളവിൽ 3 സ്പൂൺ അളവിൽ നമ്മൾ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് 1/2 സ്പൂൺ അളവിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നിറബറയുടെ മീറ്റ് മസാലയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും നമുക്കൊരു 3/4 സ്പൂൺ അളവിൽ ആഡ് ചെയ്യാം. മീറ്റ് മസാല ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല മാത്രമാണെങ്കിലും കുഴപ്പമില്ല.
അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മളിനിപ്പോൾ ഫ്രൈ പാനിനകത്ത് നിന്ന് മാറ്റിയിട്ട് നമുക്കിനിയിപ്പോൾ കുക്കറിലാണ് നമ്മൾ ബാക്കി കറിയെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതിലേക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ആ മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കാൻ നമ്മൾ പച്ചവെള്ളം ഒഴിക്കേണ്ട, അത് നല്ല ചൂടുവെള്ളമാണ്. കാരണം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു മസാലയുടെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ്. ബീഫ് നമ്മളൊരു 7-8 വെള്ളത്തിൽ കഴുകണം കേട്ടോ. അതിനകത്ത് ഒരുപാട് ചോരയൊക്കെ കാണും. അപ്പോൾ അത് നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളൊരു 7-8 വെള്ളത്തിൽ തന്നെ ഇട്ട് കഴുകുക. പിന്നെ ഈ ഒരു ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വിനാഗിരി ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കഴുകുന്ന വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഇട്ട് കഴുകുകയാണെങ്കിലും നല്ലതാണ്. പെട്ടെന്ന് അത് സോഫ്റ്റായി കിട്ടും. നമ്മുടെ ഇറച്ചിയൊക്കെ വേവുന്നതിന് വേണ്ടിയിട്ടേ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അപ്പോൾ ഒരു ചിലർക്ക് ആ ബ്ലഡിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോലെ തോന്നും. അപ്പോൾ നമ്മൾ വിനാഗിരിയൊക്കെ ഇട്ട് കഴുകുവാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഫെല്ലാം നമുക്ക് ഈ ഒരു മസാലയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലായിടവും പിടിക്കണം, എല്ലാ ഇറച്ചിയിലും അത് പിടിക്കണം. നമുക്ക് എല്ലായിടവും നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് ലേശം കറിവേപ്പില ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ചെയ്ത് കണ്ടോ, സൈഡിൽ നിന്നൊക്കെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുക്കർ ഇടിച്ച് വെച്ചിട്ട് ഒരു 8 വിസിലാകുമ്പോഴത്തേക്കും, കാരണം ബീഫിന് അത്യാവശ്യം നല്ല രീതിയിൽ വേവുള്ളതാണ്, അതുകൊണ്ട് 8 വിസിൽ തന്നെ അടുപ്പിക്കുക. അപ്പോൾ നമുക്കൊരു 8 വിസിലിന് ശേഷം അപ്പോൾ നമ്മുടെ കുക്കർ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം പ്രഷറൊക്കെ പോയിട്ട് ജസ്റ്റ് തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് കുറുക്കിയെടുക്കണം. കാരണം കുക്കറിൽ വെക്കുന്ന സമയത്ത് ഈ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങുമല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കറി കണ്ടോ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇത്. കുക്കറിൽ വിസിലടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതേ ഈ ഒരു സമയത്ത് ഞാനില്ലോ നമ്മുടെ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് ലേശം കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.